ഗുഡ് മോർണിംഗ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മുടെ ഓപ്പറേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓപ്പറേഷനിൽ യൂണിയൻ കഴിഞ്ഞു, ഇൻ്റർസെക്ഷൻ കഴിഞ്ഞു, ദെൻ ഡിഫറൻസ് കഴിഞ്ഞു. ദ നെക്സ്റ്റ് ടോപ്പിക് കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്സ്. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോണത്. അപ്പോൾ എന്താ നോക്കുക നമുക്ക് ഡെഫിനിഷൻ. The complement of a subset of A. The complement of a subset A of universal U. ഒരു U എന്ന യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള A എന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് U. ഇത് ഏതിൽ എലമെൻറ്റ്സ് ആയിരിക്കും? യുവിൽ എലമെൻറ്റ്സ് ആയിരിക്കും. വിച്ച് ആർ നോട്ട് ദ എലമെൻറ്റ്സ് ഓഫ് എ. യുവിലെ എലമെൻ്റ് ആയിരിക്കും, എന്നാൽ എയിലെ എലമെൻറ്റ് ആയിരിക്കില്ല. അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. അതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് അവിടെ പറയുന്നു എ ഡാഷ്. കോംപ്ലിമെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഡാഷ് എന്നാണ്. അപ്പം എ ഡാഷ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. യു എന്ന യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് സബ്സെറ്റാണ് എ. അപ്പോൾ എക്സ് എന്ന കോംപ്ലിമെൻറ്റ് പറയുമ്പോൾ യുവിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ എവിടെ ഉള്ളതില്ല? എയിലുള്ളതിലില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. എ ഡാഷ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് യുവിലുണ്ട്, എന്നാൽ എയിലില്ല. അതിനെ നമുക്ക് നോട്ട് ചെയ്യുന്നത് എ ഡാഷ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ എ മൈനസ് ബി എന്താ പറഞ്ഞിരുന്നത്? എക്സ് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ടു ബി. എക്സ് എയിലുണ്ട്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയിലുണ്ട്, എന്നാൽ ബിയിലില്ല. അതാണ് എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് യുവിലുണ്ട്, എയിലില്ല. അപ്പോൾ അത് യു മൈനസ് എ. അപ്പോൾ എ ഡാഷ്, ഇതിനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. എ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ. യുവിലുണ്ട്, എന്നാൽ എയിലില്ല. തന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ എ ഡാഷ്. പ്രോപ്പർട്ടീസ് ഫസ്റ്റ് പ്രോപ്പർട്ടി എ യൂണിയൻ എ ഡാഷ്. എയും എ ഡാഷും തമ്മിൽ യൂണിയൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? എയും എ ഡാഷും. എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യുവിലുള്ളതും എയിലില്ലാത്തതും അല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിക്കാം. നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിൽ എ എന്ന് പറയുന്നത് ബോയ്സിൻ്റെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എന്തായിരിക്കും വരിക? ഗേൾസിൻ്റെ സെറ്റ് അല്ലേ? യുവിലുണ്ട്, എയിലില്ലാത്തത്. അപ്പോൾ എയും എ ഡാഷും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ എന്താ വരിക? ബോയ്സും ദെൻ ഗേൾസും സെറ്റും കൂട്ടി ചേരുന്നു. അഥവാ യൂണിയൻ ചെയ്യുമ്പോൾ യു എന്ന നമ്മുടെ ക്ലാസ് റൂം എന്ന യൂണിവേഴ്സൽ സെറ്റ് കിട്ടുന്നു. അപ്പോൾ എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യു. അതിനെ രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എയിലുള്ള എലമെൻറ്റും എ ഡാഷിലുള്ള എലമെൻറ്റും സെയിം ആണോ? അല്ല. ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റാണ് അല്ലേ? എയിലുള്ള എലമെൻറ്റ് ഒരിക്കലും എ ഡാഷിൽ ഉണ്ടാവില്ല. അപ്പോൾ എയും എ ഡാഷും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഫൈ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എ യൂണിയൻ ബി ഓൾ ഡാഷ്. നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. കണ്ടോ? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. യൂണിയൻ ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ വരുന്നു, ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ യൂണിയൻ വരുന്നു. എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഈ രണ്ട് പ്രോപ്പർട്ടീനെയും കൂടിയിട്ട് ഒരു പേര് പറയും ഡി മോർഗൻസ് ലോ. എന്താ പേര് പറയാ? ഡി മോർഗൻസ് ലോ. അപ്പോൾ എന്താ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഓക്കെ. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നത് ലോ ഓഫ് കോംപ്ലിമെൻറ്റ് അഥവാ എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ. എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു ലോ ഓഫ് കോംപ്ലിമെൻ്ററി ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ്.
law of double complement. ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻ്റ് എന്താ പറയുന്നത്? എ ഡാഷ്. ഇപ്പം ഞാൻ പറഞ്ഞു ബോയ്സിൻ്റെ സെറ്റിനെ എ ആയിട്ട് എടുത്താൽ എ ഡാഷ് എന്താ വരുന്നത്? ഗേൾസിൻ്റെ സെറ്റ്. ദെൻ എ ഡാഷിൻ്റെ ഓൾ ഡാഷ്, ഇതിനെ വായിക്കുന്നത് എ ഡാഷ് എന്നാണ് കേട്ടോ. എ കോംപ്ലിമെൻറ്റിനെ പറയുന്നത് എ ഡാഷ്. അപ്പോൾ എ ഡാഷിൻ്റെ ഓൾ ഡാഷ്. അപ്പോൾ ബോയ്സിൻ്റെ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് വരുമ്പോൾ എഗെയിൻ എന്തെന്നെയാണ് വരുന്നത്? ബോയ്സിൻ്റെ സെറ്റ് എ ആണെങ്കിൽ എ ഡാഷ് ഈക്വൽ ടു ഗേൾസിൻ്റെ സെറ്റ്. ദെൻ ഗേൾസിൻ്റെ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എങ്ങനെ തന്നെ തിരിച്ചു വരും? ബോയ്സിലേക്ക് അല്ലേ? അതാണ് എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ. അതിനെയാണ് ഡബിൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഡാഷ് ഈക്വൽ ടു, ഫൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആൻഡ് യു ഡാഷ് ഈക്വൽ ടു ഫൈ. അതെങ്ങനെയാണ് വരുന്നത്? ഫൈ ഡാഷ്, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നൾ സെറ്റ്. അപ്പോൾ ഫൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് ഫൈ ആണ് അല്ലേ? അപ്പോൾ ഫൈലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് തന്നെയാവുന്നത്? യു ആകുന്നു. അതുപോലെ യു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യു മൈനസ് യു ആണ്. അതാണ് എന്തായി മാറുന്നത്? ഫൈ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് പറഞ്ഞ പ്രോപ്പർട്ടി എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യു, എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ഫൈ, then A union B all dash equal to A dash intersection B dash and A intersection B all dash equal to A dash union B dash. ഇതിനെ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നു. അടുത്തത് ഡബിൾ കോംപ്ലിമെൻറ്റ്, ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ് അഥവാ എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ, എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ. ഇനി ലോ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഫൈ ഡാഷ് ഈക്വൽ ടു യു ആൻഡ് യു ഡാഷ് ഈക്വൽ ടു ഫൈ. ഇത്രയും പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതൊന്ന് നോക്കിക്കോളാം. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മളെ വെൻ ഡയഗ്രത്തിൽ കാണിക്കുന്നത്? തന്നിരിക്കുന്ന അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് എ എന്ന സെറ്റ്. അപ്പോൾ ഏതായിരിക്കും എ കോംപ്ലിമെൻറ്റ്? ഈ എ എന്ന സെറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാം അതും എന്താണ് വരുന്നത്? കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? എ എന്ന സെറ്റ് അല്ലാത്ത എല്ലാതും അതിൽ എ എന്ന സെറ്റ് ഒഴികെ ബാക്കി വരുന്ന എല്ലാ ഭാഗവും അതെന്താണ് വരുന്നത്? എ ഡാഷ്. ഇതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്താണെന്നുള്ളത് ഓക്കെ ആണല്ലോ. എ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. എ ഡാഷ് ഈക്വൽ ടു, അപ്പം യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 എക്സെട്ര 8 9. ദെൻ എ ഈക്വൽ ടു 2 3 4 7 ആൻഡ് ബി ഈക്വൽ ടു 3 8 9. കണ്ടോ? യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട് ആൻഡ് ബിയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നതാണ് എ ഡാഷ്. എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? യു മൈനസ് എ. അപ്പോൾ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ യുവിലുണ്ട്, എയിലില്ല. അപ്പോൾ 1 2 3 4 ഉണ്ട്, എഗെയിൻ 5 6 7 ഉണ്ട്, 8 9. കണ്ടോ? യു മൈനസ് എ. ഇനി നമുക്ക് ബി ഡാഷ് കണ്ടോക്കാം. ബി ഡാഷ് ഈക്വൽ ടു യു മൈനസ് ബി. യുവിലുണ്ട്, ബിയിലില്ല. അപ്പോഴോ 1 2 3 അവിടെ ഉണ്ട്, 4 5 6 7 കഴിഞ്ഞു. കണ്ടോ? ബി ഡാഷ് ഈക്വൽ ടു യു മൈനസ് ബി. ഇങ്ങനെയാണ് നമ്മളത് കാണുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കാം. എ ഡാഷ് ഓൾ ഡാഷ്. ഇപ്പം എ ഡാഷ് എന്നുള്ളത് നമുക്കത് കിട്ടി. ദെൻ അതിൻ്റെ ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ഡാഷ്, യു മൈനസ് എ ഡാഷ്. അപ്പോൾ യുവിലുണ്ട്, യു എ ഡാഷിലില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 അവിടെ ഉണ്ട്, 2 3 4 5 6 അവിടെ ഉണ്ട്, ദെൻ 7 2 3 4 7. അതന്നെയല്ലേ കിട്ടിയത്? അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ ഡാഷ് അഥവാ എ. അപ്പോൾ അതൊക്കെ 1 വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ.
ദെൻ ഇനി ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത് രണ്ടെണ്ണം ചെയ്ത് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എന്താ വരുന്നത്? ആദ്യം ഡി മോർഗൻസ് ലോ ചെയ്യണമെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കണം. ഇൻ്റർസെക്ഷൻ ബി ഇതിലും കൂടെ കോമൺ ആയിട്ട് എന്തുണ്ട്? ഓൺലി 3 അല്ലേ? അപ്പോൾ 3. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ്, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് യുവിലുണ്ട്, എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് വരുന്നത്? യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 3 ഒഴികെയുള്ള ബാക്കിയുള്ളത് 1 2 3 4 5 6 7 8 9 ആണല്ലോ. ഇനി അതേപോലെ തന്നെ നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താന്ന് കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി, എയിലും ബിയിലും കൂടിയുള്ളത് 2 3 4 7 8 9 കണ്ടോ? എ യൂണിയൻ ബി ഓൾ ഡാഷ് എങ്ങനെ കാണുക? എ യൂണിയൻ ബി ഓൾ ഡാഷ് യു മൈനസ് എ യൂണിയൻ ബി, യു മൈനസ് എ യൂണിയൻ ബി. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 1 2 3 4 ഇവിടെ ഉണ്ട്, 5 6. അപ്പോൾ ഇനി നമ്മുടെ ഡി മോർഗൻസ് ലോ എന്താണ് പറയുന്നത്? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ ആദ്യം ഇതൊന്ന് നോക്കാം. എ യൂണിയൻ ബി ഓൾ ഡാഷ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 1 5 6 1 ആണെങ്കിൽ എൽ എച്ച് എസ് ഈക്വൽ ടു 1 5 6. ഇനിയോ ആർ എച്ച് എസ് എന്ന് പറയുന്നത് ആർ എച്ച് എസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? അപ്പം 1 5 6 രണ്ടും സെയിം അല്ലേ? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ്, എ ഡാഷ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ബി ഡാഷ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടിലും കൂടെ കോമൺ 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 8 ഇല്ല, 9 ഇല്ല. ഓക്കെ. ഇനി അതുകൂടാതെ അടുത്തത് എന്താ പറഞ്ഞത്? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. സെക്കൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് നമ്മളിത് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ? 1 2 4 സെറ്റ് 1 2 4 5 6 7 8 9 അല്ലേ? ഇനിയോ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്താ വരുന്നത്? ഈ എ ഡാഷും ബി ഡാഷും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ 1 2 4 5 6 7 8 9 രണ്ടും സെയിം അല്ലേ? ദാറ്റ് ഈസ് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. കേട്ടോ? അപ്പം അതിൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസ് എന്തായി? ഈക്വലായി. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോംപ്ലിമെൻറ്റിലുള്ളത് യു മൈനസ് എ, അതാണ് എ ഡാഷ്. എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ, 5 ഡാഷ് ഈക്വൽ ടു യു, യു ഡാഷ് ഈക്വൽ ടു 5. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു 5, എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു എ യൂണിയൻ എ ഡാഷ് എന്താ വരുന്നത്? യു. അപ്പം അങ്ങനെയൊക്കെയുള്ള വൺ വേർഡ് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോംപ്ലിമെൻ്റ് എന്നുള്ള ഒരു ടോപ്പിക്ക് ഇവിടെ തരും. എല്ലാവരും വീഡിയോസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. എല്ലാവർക്കും